ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ കാണാൻ പോകുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് 7 സെന്റ് ലാൻഡിലാണ്. 7 സെന്റ് ലാൻഡിൽ 2900 സ്ക്വയർ ഫീറ്റ്, 7 സെന്റ് ഓഫ് ലാൻഡിൽ 2900 സ്ക്വയർ ഫീറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു വലിയ വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് പുക്കാട്ടുപടിക്ക് അടുത്ത കിഴക്കമ്പലം എന്ന് പറയുന്ന സ്ഥലത്താണ്. 7 സെന്റാണ്, നല്ല ലാൻഡ് അളവുണ്ട്, ഒരുപാട് കാറുകൾ പാർക്ക് ചെയ്യാം. അകത്തെ വിശേഷങ്ങൾ അതിമനോഹരമാണ് പുറത്തേക്കാളും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണുക. നമുക്ക് ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പോകാനായിട്ട് 13 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇടപ്പള്ളി ഭാഗത്തേക്ക് 15ഉം എയർപോർട്ടിലേക്ക് 19ഉമാണ് ഡിസ്റ്റൻസ് വരുന്നത്. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുടെയും ആരാധനാലയങ്ങൾ വളരെ അടുത്തായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് പറ്റിയ സ്കൂളുകൾ തൊട്ടടുത്തുണ്ട്, ഒരുപാട് സ്കൂളുകളുണ്ട്, നല്ല ഹോസ്പിറ്റൽസ് ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്ന ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷത്തിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ചുറ്റിനും ഒരുപാട് വീടുകൾ, ആളുകൾ താമസമായതുകൊണ്ട് ബാക്കി ഒരുപാട് വീടുകളുടെ വർക്കുകൾ ഇവിടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വില്ലയുടെ ഫ്രണ്ടിലൂടെ പോകുന്നത് 5 മീറ്റർ വൈഡ് റോഡാണ്. അത് നമുക്ക് കുറച്ചും കൂടെ ഇനി ഈ ഒരു വീടിന്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് ബാക്കി കുറച്ച് വരുന്ന ആ റോഡുകൾ കൂടി നമുക്ക് ഇതുപോലെ ഇന്റർലോക്കിംഗ് ടൈൽ വിരിക്കാനുണ്ട്. ആ വർക്ക് മാത്രമാണ് ഇനി പെൻഡിങ് ആയിട്ടുള്ളത്. വീട്ടിലേക്ക് നമുക്ക് നേരെ കയറാം. നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആദ്യം ഫസ്റ്റ് തന്നെ നമുക്ക് മതിലിൽ നിന്ന് തുടങ്ങാം. നിറയെ ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് മതിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. കുറച്ച് ഭാഗത്ത് GA പൈപ്പിന്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ സ്പോട്ട് ലൈറ്റുകൾ വരുന്നുണ്ട്. മെയിൻ 2 പില്ലറുകളിൽ നോക്കിയാൽ ഭംഗിയായിട്ടുള്ള 2 ഷോ ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് നമുക്ക് ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലും ഒരു സൈഡ് ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ സൈഡിലുള്ള മതിലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു L ഷേപ്പ് ലാൻഡിലാണ് നമ്മുടെ ഈ വീട് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 2 സൈഡിലൂടെയും നമ്മളുടെ വഴി പോകുന്നുണ്ട്. അങ്ങനെയുള്ള ആ ഒരു L ഷേപ്പിൽ വരുന്ന ആ ഒരു സ്ഥലത്തിരിക്കുന്ന വീടുകൾക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. ബിക്കോസ് നമുക്ക് 2 റോഡുകളാണ് നമ്മളുടെ ആ ഒരു വീടിന്റെ സൈഡിലൂടെയും ഫ്രണ്ടിലൂടെയും ഷെയർ ചെയ്ത് പോകുന്നത്. സൈഡിൽ നിന്ന് നോക്കിയാൽ പോലും എലിവേഷൻ നിങ്ങൾക്ക് കാണാൻ വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള കളറുള്ള ഒരു പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ PVC പാനലുകൾ വരുന്നുണ്ട്. നിറയെ LED സ്ട്രിപ്പുകളും LED ലൈറ്റുകളും ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഈ സൈഡിലൂടെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഇറങ്ങാനായിട്ട് ചെറിയൊരു ഗേറ്റ് ഫെസിലിറ്റി കൂടി കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കയറുന്നത് ഇവിടുത്തെ കാർ പോർച്ചിന്റെ ഒരു ഭാഗത്തേക്കായിട്ടാണ്. ആ സമയത്ത് നമുക്ക് ഇവിടെ കിണർ കാണാൻ പറ്റുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് വലിയ ഭംഗിയുള്ളൊരു കിണർ ടെക്സ്ചർ വർക്ക് ഒക്കെ ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ആയിട്ട് നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ കിണർ തന്നെയാണ്. മറ്റൊരു ഓപ്ഷൻ ആയിട്ട് നമുക്ക് KW കൂടെ എടുക്കാവുന്നതാണ്. കാർ പോർച്ചാണ് നിങ്ങൾ നേരെ നോക്കുമ്പോൾ കാണുന്നത്. കംപ്ലീറ്റ് ആയിട്ട് വീട് ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് കാണാം CCTV കണക്ഷൻ, അവിടെ ക്യാമറ എല്ലാം തന്നെ ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബോട്ട് ലൈറ്റുകളും അതുപോലെ തന്നെ LED സ്ട്രിപ്പുകളും എല്ലാം കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് വീടിന്റെ എലിവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു സൈഡിലുള്ള വോള് കംപ്ലീറ്റ് ആയി നോക്കിയാൽ L ഷേപ്പിൽ നിങ്ങൾക്ക് കാണാം നല്ല ഭംഗിയുള്ള പെയിന്റ് ഉള്ള ഒരു ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുമാണ്, അതേസമയം വളരെ സ്റ്റൈലിഷ് ആയിട്ടുമാണ് ഈ കാണുന്ന ഒരു വീടിന്റെ വർക്കുകളെല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം നമുക്കൊരു കണ്ടംപററി മോഡൽ തന്നെയാണെന്ന് പറയാം. ഈ ഒരു കാർ പോർച്ചിൽ നമുക്ക് ഒരു കാറാണ് പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. ബാക്കിയുള്ള സ്പേസ് നോക്കിയാൽ 3 കാറുകൾക്ക് വരെയുള്ള പാർക്കിംഗ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ടോട്ടൽ 7 സെന്റ് ലാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ ഫ്രണ്ടിൽ നമുക്ക് നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. നമുക്കൊരു 4 കാറുകൾക്ക് വരെ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സ്പേസ് ആണ് കിട്ടുന്നത്. വീട്ടിലത്തേക്ക് കയറി കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം ഭംഗിയായിട്ടുള്ള ഒരു വാട്ടർ ഫൗണ്ടൻ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ വാട്ടർ ഫോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം. ബാക്ക് സൈഡിലൊക്കെ നല്ല ഭംഗിയായിട്ട് സ്റ്റോൺസ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനടുത്തായിട്ട് തന്നെ നമുക്ക് പ്ലാന്റ്സും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സെപ്പറേറ്റ് ഒരു ഏരിയ കെട്ടി ഉണ്ടാക്കിയിട്ട് അതിനകത്താണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് 2 പിടിപ്പിച്ചിരിക്കുന്നത്. വീടിനോട് ചേർന്ന് വരുന്ന ഈ ഒരു ഏരിയയിൽ നോക്കിയാലും കാണാം നിറയെ ഭംഗിയുള്ള ബൊഗൈൻ വില്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. അവിടെ എല്ലാം തന്നെ നമുക്ക് ചെറിയ മെറ്റൽ ചിപ്പുകൾ ഇട്ട് ഭംഗിയായിട്ടാണ് അത് അവിടെ അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്.
വീടിന്റെ ലെഫ്റ്റ് സൈഡിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം. ഈ ഒരു ഭാഗത്തൊക്കെ നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീട്ടിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തിട്ട് റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ, അതായത് ഈ ഒരു ഒന്നാമത്തെ കാറിന്റെ കാർ പോർച്ചിലൂടെയൊക്കെ നമ്മൾ വരുമ്പോൾ ഈ ഭാഗമാണ് നമുക്കിനി നോക്കാനുള്ളത്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ സ്പേസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റോൺസിന്റെ ഏരിയ കഴിഞ്ഞാൽ ബാക്കി കംപ്ലീറ്റ് ടൈലാണ്. ഈ ഒരു നമ്മൾ കാണുന്ന ഗേറ്റ് ആണ് നമുക്ക് വീടിന്റെ സൈഡിലേക്ക് ഇറങ്ങാനുള്ള ഒരു ഗേറ്റ് നമ്മൾ കുറച്ചു മുമ്പ് കണ്ടത്. വീടിന്റെ ഒരു ബാക്ക് സൈഡിലേക്കൊക്കെ വരുന്നവരും നല്ല രീതിയിൽ ഇവിടെയൊക്കെ വിടുത്തിട്ടിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് വർക്ക് ഏരിയയുടെ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം റൂഫ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഭാഗത്തൂടെ നടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നല്ല രീതിയിൽ സ്പേസ് ആണ് ഇട്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ നല്ല പ്ലാന്റ്സ് ഒക്കെ വെച്ച് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ സിറ്റ് ഔട്ടിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. നല്ല നീളത്തിലുള്ള സിറ്റ് ഔട്ടാണ്. നമുക്കിവിടെ നോക്കുവാണെങ്കിൽ ഗ്രേ കളറിലുള്ളൊരു ഗ്രാനൈറ്റ് ആണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ നമുക്ക് ചെടികൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ഏരിയ കെട്ടി വെച്ചിട്ട് അതിനകത്തൊക്കെ ഭംഗിയുള്ള പ്ലാന്റ്സ് വെച്ചിട്ട് അതിനുള്ളിലെല്ലാം പെബിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ഈ ഒരു മെയിൻ ഡോർ ഒക്കെ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ നോക്കുന്നതിന് മുമ്പ് മുകളിലൊക്കെ നിറയെ LED സ്ട്രിപ്പുകളും ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ മെയിൻ ഡോർ വരുന്നത്. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിഴക്കോട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. 2 പാളിയില് തേക്കിലാണ് തീർത്തിരിക്കുന്നത്. ടീക്ക് വുഡിലാണ് മെയിൻ ഡോർ വരുന്നത്. അകത്തുള്ള ബാക്കിയുള്ള മരങ്ങളൊക്കെ നോക്കിയാൽ ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഡോർ തുറന്ന് നേരെ അകത്തേക്ക് കയറാം. മെയിൻ ഡോർ തുറന്ന് നേരെ ലിവിംഗ് സ്പേസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇവിടുത്തെ ഫ്ലോർ നോക്കാം. നല്ല ഭംഗിയായിട്ട് ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷൻ വരുന്ന ഒരു ഫ്ലോർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അധികം ഒന്നും കാണാത്തൊരു ടൈലാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് നോക്കുമ്പോൾ തന്നെ കണ്ണിനൊരു കുളിർമ കിട്ടുന്ന ടൈലാണ് ഫ്ലോറിൽ വിരിച്ചിരിക്കുന്നത്. നേരെ നിങ്ങൾ ഡോർ തുറന്നു വരുമ്പോൾ നമുക്ക് ഇവിടെ TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് കാണാം. മൾട്ടിവുഡിൽ വലിയൊരു ഏരിയ തന്നെ അതിനായിട്ട് കൊടുത്തിട്ടുണ്ട്. TV വെക്കാനുള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള ബോർഡ് വന്നിട്ട് ബ്ലാക്ക് കളറും ബാക്കിയെല്ലാം ഇവിടുത്തെ എല്ലാം നോക്കിയാൽ കാണാം വുഡൻ കളർ തന്നെയാണ് മെയിൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. താഴെയൊക്കെ നമുക്ക് കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നമുക്ക് ഇവിടെ ഒരു പാർട്ടീഷൻ പോലെ ഈ ഒരു വോളിന്റെ ഇത്രയും ഭാഗം നമുക്കൊരു വുഡൻ വർക്കാണ് കിട്ടുന്നത്. LED സ്ട്രിപ്പുകൾ നല്ല ഗ്രാഫിക്കൽ ഡിസൈനോടൊക്കെ കൂടിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ചെറിയ പ്ലാന്റ്സ് ഡോൾസിനും ഒക്കെ വെക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ട് ചെറിയൊരു ഫാൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ നിൽക്കുന്ന ഏരിയ ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ടോപ്പിൽ ഒരു ഷാൻലിയർ താഴേക്ക് ഇറങ്ങുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടാണ് ആ ഒരു ലൈറ്റ് ഫിറ്റിംഗ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ നിന്നിട്ട് നമ്മൾ നേരെ മുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഹാൻഡ് റെയിൽസ് കാണാം. അതെല്ലാം തന്നെ ഗ്ലാസ് വുഡൻ കോമ്പിനേഷനിൽ ചെയ്തിരിക്കുന്നത് തന്നെ ഈ വീടിന്റെ ഒരു എന്താ പറയുക നല്ല അട്രാക്ഷൻ ആണെന്ന് തന്നെ നമുക്ക് പറയാം. ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ വോളും വുഡൻ വർക്കുകളുമാണ് നിറയെ നമുക്ക് കാണാൻ പറ്റുന്നത്. ലിവിംഗ് സ്പേസിലെ വിൻഡോസ് നോക്കുവാണെങ്കിൽ നമ്മുടെ മെയിൻ ഡോറിന് അടുത്തായിട്ട് ഈ ഭാഗത്തായിട്ടാണ് 3 വിൻഡോസ് വരുന്നത്. ഒരു ഫാൻ ഫിറ്റിംഗ് നമ്മൾ അവിടെ കണ്ടു. അതുകൂടാതെ ഈ ഭാഗത്തായിട്ട് ഒരു ഫാൻ ഫിറ്റിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. അതിന്റെ നേരെ മുകളിൽ നോക്കിയാലും അവിടെയും നമുക്ക് 4 വലിയ വിൻഡോസ് ആണ് കിട്ടുന്നത്. മനോഹരമായ ഈ ഒരു ഗസ്റ്റ് ലിവിംഗ് സ്പേസ് കണ്ടു. ഇവിടെ നിന്ന് നമുക്ക് ഡൈനിങ്ങിലേക്ക് പോകാവുന്ന സമയത്ത് നല്ലൊരു എൻട്രൻസ് കിട്ടുന്നുണ്ട്. അതും കംപ്ലീറ്റ് ആയിട്ട് വുഡൻ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നിറയെ ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. മുകളിലൊക്കെ LED ബൾബുകളുമാണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നമ്മൾ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഡബിൾ ഹൈറ്റഡ് കണ്ടു. ബാക്കി വരുന്ന ഭാഗം നോക്കുവാണെങ്കിൽ PVC പാനലിംഗ് ചെയ്തിട്ട് നിറയെ സ്പോട്ട് ലൈറ്റുകളാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ ഈ കാണുന്ന വോള് കംപ്ലീറ്റ് ആയിട്ട് PVC പാനലിംഗ് നല്ല ബ്ലാക്ക് കളറിലെ ഡിസൈനോട് കൂടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിനടുത്തായിട്ട് തന്നെയാണ് വാഷ് ഏരിയ വരുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു മിറർ വരുന്നുണ്ട്. ഭംഗിയായിട്ട് ബ്ലാക്ക് കളറിലെ ഡിസൈനിലാണ് ഈ ഒരു വാഷ് ബേസിൻ അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിരിക്കുന്നത് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് പീസിലാണ്. വളരെ മനോഹരമായിട്ടാണ് അതിന്റെ ആ ഒരു സ്ട്രക്ചറിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത്. അതിന് തൊട്ട് താഴെ ഒരു സൈഡിലേക്ക് നീങ്ങിയിട്ട് ചെറിയൊരു കബോർഡ് കിട്ടുന്നുണ്ട്. ഭംഗിയുള്ളൊരു പ്ലാന്റും ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിലേക്ക് നമുക്ക് നേരെ വരുന്ന സമയത്ത് 10 അല്ലെങ്കിൽ 12 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വിഡ്ത്തും ലെങ്ത്തും ഉള്ള ഒരു വലിയ ഏരിയ ആണ് നമുക്ക് ഡൈനിങ്ങിനായിട്ട് കിട്ടുന്നത്. ഡൈനിങ് ഹാളിന്റെ റൂഫിലേക്ക് നേരെ നോക്കുവാണെങ്കിൽ നിറയെ പാനലിംഗ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഈ ഒരു ഷേപ്പിലും ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ ഈ ഒരു ലെങ്ത് ഷേപ്പിലും അതായത് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലും ആയിട്ടുള്ള ഒരുപാട് ഡിസൈനുകളാണ് റൂഫിൽ വരുന്നത്. ഭംഗിയായിട്ടുള്ള സ്പോട്ട് ലൈറ്റുകളും ചെറിയ LED ബൾബുകളും വലിയ LED ബൾബുകളും ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ഈ കാണുന്ന ഡൈനിങ് സ്പേസിന്റെ മുകൾ ഭാഗത്ത് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ വാഷിംഗ് കൗണ്ടർ കണ്ടിരുന്നു. അതിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വോളിൽ ഇതുപോലെ ഒരു വർക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ചെറിയ ഐറ്റംസ് ഒക്കെ ഷെൽഫിൽ നല്ല ഷോക്കീസ് ഐറ്റംസ് ഒക്കെ വെക്കാൻ നല്ലൊരു ഏരിയ ആണ്. അതിനകത്തൂടെയും പോകുന്നത് LED സ്ട്രിപ്പുകളാണ്. ഡൈനിങ് ഹാളിന്റെ ഈ ഒരു എൻഡിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഡോറ് കാണാം. സ്ലൈഡിംഗ് ഡോർ ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ നമുക്ക് എയർ സർക്കുലേഷൻ ഒക്കെ ആയിട്ട് ഈ ഒരു ഏരിയ കിട്ടും. തൊട്ടപ്പുറത്തൊരു പാഷ്യൂ ഏരിയ ആണ്. അവിടെയെല്ലാം ഭംഗിയായിട്ട് പ്ലാന്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
സേഫ്റ്റിക്ക് ആയിട്ട് നിറയെ അയൺ ഗ്രില്ലുകളൊക്കെ കൊടുത്ത് സേഫ് ആയിട്ടാണ് ഈ ഒരു ഡോറും അതിന്റെ ബാക്ക് സൈഡിലുള്ള ഭാഗങ്ങളും ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയ നിൽക്കുന്ന സമയത്ത് ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കംപ്ലീറ്റ് വുഡൻ ആയിട്ടാണ് സ്റ്റെപ്പുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസും വുഡൻ ആണ്. അതിനകത്തൂടെ എല്ലാം ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഒരു എൻട്രൻസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു എൻട്രൻസ് വഴി നമുക്ക് കടന്നു പോകാൻ പറ്റുന്നത് ഫാമിലി ലിവിംഗ് സ്പേസിലേക്കാണ്. ഫസ്റ്റ് നമ്മൾ വീട്ടിലേക്ക് എൻ്റർ ചെയ്തപ്പോൾ ഗസ്റ്റ് ലിവിംഗ് സ്പേസ് കണ്ടു, ഡൈനിങ് ഹാള് കണ്ടു, ഫാമിലി ലിവിംഗ് റൂം ആണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. എൻട്രൻസ് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കൊന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് വീട്ടിലുള്ള ആളുകൾക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഈ ഒരു ഏരിയ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കിക്കോളൂ. നമ്മൾ തൊട്ടപ്പുറത്ത് കണ്ട മെയിൻ ലിവിംഗ് റൂമിന്റെ ആ ഒരു ബാക്ക് സൈഡ് ആണ് ഇവിടെ കാണുന്നത്. ഇവിടെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ വയ്ക്കാനുള്ള നല്ലൊരു ഡിസ്പ്ലേ യൂണിറ്റ് കിട്ടുന്നുണ്ട്. ഇവിടെയൊക്കെ ആയിട്ട് വിൻഡോസ് കൊടുത്തിരിക്കുന്നത് തന്നെ ഭംഗിയുള്ള നല്ലൊരു മോഡലിലാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു സ്ട്രക്ചറിലാണ് വിൻഡോസ് എല്ലാം തന്നെ ഇവിടെ രണ്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള ഓപ്പണിങ്സ് വന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്താണ് കിട്ടുന്നത്. സ്ലൈഡ് ചെയ്യാവുന്ന വിൻഡോ ആണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അതിനകത്തും സേഫ്റ്റിക്ക് ആയിട്ടുള്ള എല്ലാ അയൺ ബാറുകളും ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. പുറത്തേക്ക് പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളെല്ലാം മൾട്ടിവുഡ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല വലിയൊരു സ്പേസ് തന്നെയാണ് ഫാമിലി ലിവിങ്ങിനായിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. ഫാൻ ഫിറ്റിങ്ങും ലൈറ്റ് ഫിറ്റിങ്ങും ഈ ഒരു റൂമിൽ നമുക്ക് കിട്ടുന്നുണ്ട്. സ്റ്റെപ്പിന് താഴെ വരുന്ന ഭാഗം നോക്കുവാണെന്നുണ്ടെങ്കിൽ അവിടെ കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. നമുക്ക് ഇൻവെർട്ടേഴ്സ് ഒക്കെ വയ്ക്കാനായിട്ട് ഈ ഒരു ഏരിയ യൂസ് ചെയ്യാം. ഇവിടെയും നമുക്കൊരു വാഷ് ഏരിയ കിട്ടുന്നുണ്ട്. ചെറിയൊരു സ്നാക്സ് ഒക്കെ ഇവിടുന്ന് കഴിക്കുക, സ്വീറ്റ്സ് ഒക്കെ കഴിക്കുന്ന സമയത്ത് നമുക്കൊന്ന് വാഷ് ചെയ്യണമെങ്കിൽ നമുക്ക് മെയിൻ റൂമിലോട്ട് പോകണ്ട, ഇവിടെ നിന്ന് തന്നെ വാഷ് ചെയ്യാനുള്ള ഫെസിലിറ്റി കൂടി ഇവിടെ ചെയ്തിട്ടുണ്ട്. ജെറയുടെയാണ് വാഷ് ബേസിൻ വരുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു മിററും ലൈറ്റും വരുന്നുണ്ട്. അതിരിക്കുന്നത് ഗ്രാനൈറ്റ് പീസിലാണ്. ഇവിടെയും വളരെ മനോഹരമായിട്ടാണ് അത് വെച്ചിരിക്കുന്ന ആ ഒരു കബോർഡും പ്ലാന്റും ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു ഒരു 7 സെന്റ് സ്ഥലത്താണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 2900 ആണ് ഇതിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. 2900 സ്ക്വയർ ഫീറ്റ് വളരെ ഭംഗിയായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ട് തന്നെയാണ് ഇതിന്റെ ബിൽഡർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ കടന്നു വന്നത് ലിവിംഗ് സ്പേസ്. ഇവിടെ ഡൈനിങ് ആണ്, അവിടെയാണ് ഫാമിലി ലിവിംഗ് കണ്ടത്. നമുക്ക് ഇവിടുത്തെ 2 ബെഡ്റൂമുകൾ താഴെ വരുന്നുണ്ട്. ഈ 2 ഭാഗങ്ങളിലായിട്ടാണ് ആദ്യത്തെ ബെഡ്റൂം തന്നെ നമുക്ക് നോക്കാം. ഈ ഒരു വീട്ടിൽ നമ്മൾ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചെയ്തിരിക്കുന്ന ഓരോ സാധനങ്ങളും, അതിപ്പം സ്വിച്ചസ് ആയിക്കോട്ടെ, കേബിൾ ആയിക്കോട്ടെ, വയറിംഗ് ആയിക്കോട്ടെ, എല്ലാം തന്നെ സ്റ്റാൻഡേർഡ് ആയ കമ്പനീസിന്റെ നല്ല കാറ്റഗറിയിൽപ്പെട്ട പ്രീമിയം കാറ്റഗറിയിൽപ്പെട്ട സാധനങ്ങൾ മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കേബിള് സ്വിച്ചസ് ഒക്കെ നോക്കുകയാണെങ്കിൽ വി ഗാർഡിലും ലേഗ്രാൻഡിലും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ വന്നിട്ട് നമുക്ക് ജാഗ്വാറിലുമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോ ഒന്നാമത്തെ ബെഡ്റൂം ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം ആണ്. ബെഡ്റൂം സൈസ് വന്നിട്ട് 14-12 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് ഒരു സിംഗിൾ വിൻഡോയും ഇവിടെ 4 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബുകൾ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നമുക്കൊരു ഗ്രേ കളർ വാർഡ്രോബ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതിന്റെ ഔട്ടർ ഫ്രെയിം കംപ്ലീറ്റ് ആയിട്ട് വുഡൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. തൊട്ടടുത്തായിട്ട് നമുക്ക് ഫുൾ കവർ ചെയ്യുന്ന ഒരു വലിയ മിററും അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ LED സ്ട്രിപ്പുകളുമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ എയർ കണ്ടീഷൻ ഫെസിലിറ്റി ഈ ഒരു ബെഡ്റൂമിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വലിയൊരു ബാത്റൂം തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. വോളിലൊക്കെ നോക്കുവാണെങ്കിൽ ഗ്ലോസി ആയിട്ടുള്ള നല്ല ഗ്രേ ഷെയ്ഡുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിലാണെന്നുണ്ടെങ്കിലും എക്സ്ട്രാ നമുക്ക് ലൈറ്റ് ഫെസിലിറ്റികളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വളരെ സൗകര്യത്തിൽ തന്നെയാണ് ഈ ഒരു ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ബെഡ്റൂം നമ്മൾ അവിടെ കണ്ടു. രണ്ടാമത്തെ ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത്. ഡോറുകളുടെ എല്ലാം പാറ്റേൺ സെയിം ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട് 13-11 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. ഇവിടെ 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് വന്നിട്ട് നേരത്തെ കണ്ട സെയിം മോഡലിലും കളറിലും ഒക്കെ തന്നെ ആ ഭാഗത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊരു ഡ്രസ് ചെയ്യാനായിട്ടൊരു മിറർ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ഫുൾ കവർ ചെയ്യുന്ന ഒരു മിറർ ആണ് കിട്ടുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമും എയർ കണ്ടീഷൻഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. റൂഫില് ഭംഗിയുള്ള വർക്കുകളും LED സ്ട്രിപ്പുകളും LED ലാമ്പുകളും ഒക്കെ ഇവിടെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഗ്ലൂസി ആയിട്ടുള്ള ഗ്രേ കളർ ടൈല് തന്നെയാണ് ഇവിടത്തെയും വോളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് കണ്ട ബാത്റൂം പോലെ നല്ല സൗകര്യത്തിലാണ് സെക്കൻഡ് ബാത്റൂമും ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ഇനി കിച്ചൺ ആണ് കാണാനുള്ളത്. മൾട്ടിവുഡ് കൊണ്ട് നല്ലൊരു എൻട്രൻസ് ആയിട്ട് ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ ഒരു ഹാങ്ങിങ് ലൈറ്റും ചെറിയ LED ബൾബുകളും കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ നമുക്ക് ക്രോക്കറി ഷെൽഫ് കിട്ടുന്നുണ്ട്. വുഡൻ ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിൽ നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ഷെൽഫ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
ലെഫ്റ്റ് സൈഡിലുള്ള കൗണ്ടർ ടോപ്പ് പോർഷന്റെ താഴെ നോക്കുവാണെങ്കിൽ PVC പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിലോട്ട് നമ്മൾ നേരെ എൻറ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ റൈറ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ ഫ്രിഡ്ജ് വെക്കാനായിട്ട് നമുക്ക് സെപ്പറേറ്റ് ഒരു സ്പേസ് അവിടെ വേക്കന്റ് ആയി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കിച്ചണിന്റെ സൗകര്യത്തെ അത് യാതൊരു തരത്തിലും അഫക്ട് ചെയ്യുന്നില്ല. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്തൊക്കെ ഓപ്പൺ ആയിട്ട് കാണുന്ന ഭാഗങ്ങളിലെല്ലാം LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ വന്നിട്ട് വൈറ്റ് കളറിൽ ഒരു ബ്ലാക്ക് ലൈനോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 4 വിൻഡോസ് താഴെയും ഏറ്റവും ടോപ്പില് ക്യാബിനറ്റ്സിന്റെ മുകളിൽ നോക്കുവാണെങ്കിൽ അവിടെയും നമുക്ക് വിൻഡോസ് കാണാൻ പറ്റുന്നുണ്ട്. ഫാബറിന്റെ ഒരു ചിമ്മണി നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ ഫാൻ ഫിറ്റിങ്ങും ലൈറ്റ് ഫിറ്റിങ്ങും LED സ്ട്രിപ്പുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിന്റെ ഈ ഒരു ഡോർ തുറന്നാൽ നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ വർക്ക് ഏരിയയുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റെപ്പ് കയറി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ലാൻഡിങ്ങിൽ വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു വലിയ ഓപ്പണിംഗ് കിട്ടുന്നുണ്ട്. ആക്ച്വലി ഇത് ഓപ്പണിംഗ് അല്ല, ഗ്ലാസ് ഇട്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ സൺലൈറ്റ് അകത്ത് കടക്കാനൊക്കെ ആയിട്ട് ഇത് ഹെൽപ്ഫുൾ ആണ്. സ്റ്റെപ്പ് കയറി നേരെ നമ്മളിപ്പോ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിരിക്കുകയാണ്. ലെഫ്റ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഓപ്പണിംഗ് ഇവിടെ കാണാം. ഇതുവഴി നമുക്ക് തുറന്ന് ഈ ഒരു ഭാഗത്തേക്ക് ഇറങ്ങാവുന്നതാണ്. നമ്മളിവിടെ താഴെ 2 ബെഡ്റൂമുകളാണ് കണ്ടത്. നമുക്ക് മുകളിൽ 3 ബെഡ്റൂമുകളും 3 ബാൽക്കണിയുമാണ് കാണാനുള്ളത്. സ്റ്റെപ്പ് കയറി ആദ്യം വരുന്ന ഈ ഒരു പോർഷന് കൊടുത്തിരിക്കുന്ന ഡോർ നമുക്ക് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്നതാണ്. ഇതിനകത്തേക്ക് നമുക്ക് ഇതുപോലെ ഇറങ്ങാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. സേഫ് ആയിട്ട് ഹാൻഡ് റെയിൽസ് ഒക്കെ വെച്ച് കവർ ചെയ്ത് ടഫന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. ഇതുവഴി നമുക്ക് കടന്നുപോയാൽ നേരെ മെയിൻ ബാൽക്കണിയിലേക്ക് എത്താവുന്നതാണ്. ഈ ഒരു സ്പേസ് നമ്മൾ കണ്ടു. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഐഡിയ ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവും. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. ഇവിടുത്തെ ഹാള് വരുന്നത് ഇങ്ങനെയാണ്. നമ്മളിപ്പം ഈ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം നിറയെ വുഡൻ വർക്കുകളൊക്കെ ആയിട്ട് ഇവിടെ ഒരു ഷാൻലിയർ ഹാങ് ചെയ്തിരിക്കുന്നത് കാണാം. നമ്മുടെ താഴെ നമ്മൾ ഫസ്റ്റ് ഡോർ തുറന്ന് എൻട്രി ചെയ്യുമ്പോൾ ഉള്ള ലിവിംഗ് സ്പേസിന്റെ നേരെ മുകൾ ഭാഗമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ ഇവിടെ നിന്ന് വന്നു. ഇവിടെയൊക്കെ നമുക്ക് ധാരാളം സ്പേസ് കിട്ടുന്നുണ്ട്. അതുപോലെ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഭാഗത്തിന്റെ നേരെ റൂഫിലേക്ക് നോക്കിയാലും കാണാം നിറയെ പാനലിംഗ് വർക്കുകളും LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് റൂഫിലുള്ള വർക്കുകൾ ചെയ്തിരിക്കുന്നത്. നമ്മുടെ മെയിൻ ബാൽക്കണി വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നമുക്ക് ഈ ഒരു ഡോർ തുറന്നിട്ട് ബാൽക്കണി തന്നെ ആദ്യം തന്നെ കാണാം. മെയിൻ ബാൽക്കണിയാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വലിയൊരു ഏരിയ തന്നെയാണ് ബാൽക്കണിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ള LED സ്ട്രിപ്പുകളുടെയും LED വർക്കുകളുടെയും ഒക്കെ ഒരു വർക്ക് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ നിൽക്കുന്നതിന്റെ മുകളിലുള്ള ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നോക്കിയാൽ കംപ്ലീറ്റ് ആയിട്ട് PVC പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അതിനിടയിലൊക്കെ നിറയെ സ്പോട്ട് ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ബാൽക്കണി വന്നിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു വലിയ ഹാള്, അതിനുശേഷം ഈ ഒരു ഏരിയയിലേക്ക് അത് കണ്ടിന്യൂ ചെയ്ത് വരികയാണ്. മുകളിലൊക്കെ നിറയെ LED വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന വഴികളിലെല്ലാം ഹാൻഡ് റെയിൽസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെയ്തിട്ട് അതിനകത്തെല്ലാം ടഫന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. താഴെ നമ്മൾ 2 ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞു. മുകളിലുള്ള 3 ബെഡ്റൂമുകൾ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത്. ആദ്യത്തെ ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട് ആദ്യത്തെ അല്ല, നോക്കുവാണെങ്കിൽ മൂന്നാമത്തെ ബെഡ്റൂം സൈസ് വന്നിട്ട് 14-12.5 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് വിൻഡോസ് വരുന്നുണ്ട്. ഇവിടെ ഒരു സിംഗിൾ വിൻഡോയും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ ബെഡ്റൂമും എയർ കണ്ടീഷൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനെ കണ്ടിന്യൂ ചെയ്ത് തന്നെ റൂഫിൽ നിറയെ വർക്കുകളും ഫാൻ ഫിറ്റിംഗും ആണ് കിട്ടുന്നത്. ഇവിടെയായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. നേരത്തെ കണ്ട സെയിം മോഡൽ തന്നെയാണ്. തൊട്ടടുത്തായിട്ട് ഫുൾ കവർ ചെയ്യുന്ന ഒരു മിറർ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഗ്രേ ഷെയ്ഡ് ടൈലുകൾ തന്നെയാണ് ഇവിടെയും വോളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ബാത്റൂമും നല്ല സൗകര്യത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ബെഡ്റൂം കഴിഞ്ഞ് നമ്മളിനി 4ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. എല്ലാ ഡോറുകളും സെയിം പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളും നല്ല സൈസിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 13.5-11 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു സിംഗിൾ വിൻഡോസും ബാക്കി വിൻഡോസ് ഒക്കെ ഈ ഭാഗത്താണ് വരുന്നത്. 4ാമത്തെ ബെഡ്റൂമും എയർ കണ്ടീഷൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നല്ല വർക്കുകളും ഫാൻ ഫിറ്റിങ്ങും ലൈറ്റ് ഫിറ്റിങ്ങും ഒക്കെ ഇവിടെയും വരുന്നുണ്ട്. ഈ ഭാഗത്തും നല്ല ഭംഗിയായിട്ട് തന്നെയാണ് വാർഡ്രോബ് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. 4ാമത്തെ ബാത്റൂം നോക്കുവാണെങ്കിലും വോൾ ടൈലുകളും ഫ്ലോർ ടൈലുകളും എല്ലാം ഗ്രേ ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബാത്റൂമും നല്ല സൗകര്യത്തിൽ തന്നെയാണ്. എല്ലാ ബാത്റൂമുകളുടെയും മുകൾ ഭാഗത്തൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം LED ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളും കണ്ടു. ഇനി ഫൈനൽ ആയിട്ട് 5ാമത്തെ ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത്. 5ാമത്തെ ബെഡ്റൂം ആണെങ്കിൽ പോലും ഇതും നല്ല സൈസിൽ തന്നെയാണ്. 15.5-10 ഫീറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് 3 വിൻഡോസും ഇവിടെ 2 സിംഗിൾ വിൻഡോസും ആണ് നമുക്ക് കിട്ടുന്നത്. റൂഫിലാണെങ്കിലും നല്ല വർക്കുകളും ഫാൻ ഫിറ്റിങ്ങും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
ഇവിടെ നമുക്കൊരു വലിയ വാർഡ്രോബ് തന്നെയാണ് കിട്ടുന്നത്. സെയിം കളർ കോമ്പിനേഷനിൽ തന്നെയാണ്. അതിനടുത്തായിട്ട് ഫുൾ കവർ ചെയ്യുന്ന വലിയൊരു മിറർ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെയൊക്കെ ആയിട്ട് നിറയെ ഷെൽഫുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞിരുന്നു 3 ബാൽക്കണി നമുക്ക് കിട്ടുന്നുണ്ടെന്ന്. 2 ബാൽക്കണികൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മുടെ ഈ ഒരു 5ാമത്തെ ബെഡ്റൂമിന്റെ ഈ ഒരു ഡോർ തുറന്നാൽ നമുക്കൊരു ബാൽക്കണി ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മുടെ വീടിന്റെ റൈറ്റ് സൈഡിലേക്കുള്ള പോർഷനിലേക്കാണ് ഈ കാണുന്ന ബാൽക്കണിയുടെ ഡോർ ഓപ്പൺ ചെയ്യുന്നത്. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ട് സേഫ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് തന്നെയാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെപ്പ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 5ാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ടൈലുകൾ ഗ്രേ കളറായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. മുകളിലൊക്കെ നിറയെ LED ലൈറ്റ് ഫിറ്റിംഗ്സും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വലിയ വീടിന്റെ എല്ലാ വിശേഷങ്ങളും നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഇന്ന് മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാട് പുക്കാട്ടുപടിക്കടുത്ത് കിഴക്കമ്പലം എന്ന് പറയുന്ന സ്ഥലത്താണ്. വളരെ മനോഹരമായ ഒരു വീടാണ് നിങ്ങൾ ഇന്ന് കണ്ടത്. ഡീറ്റെയിൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് 7 സെന്റ് ആണ് ഇതിന്റെ ലാൻഡ് വരുന്നത്. 2900 സ്ക്വയർ ഫീറ്റിൽ 5 ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 7 സെന്റ് ഓഫ് ലാൻഡിൽ 2900 സ്ക്വയർ ഫീറ്റിൽ 5 BHK ആയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 4 ബെഡ്റൂമുകളിൽ നമുക്ക് എയർ കണ്ടീഷൻ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. 5 ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു ബാത്റൂമിനകത്ത് നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്നുണ്ട്. ഈ ഒരു വലിയ വീട്ടിൽ നമുക്ക് 4 കാറുകൾക്ക് വരെ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സ്പേസ് ആണ് കിട്ടുന്നത്. എല്ലാ സൗകര്യങ്ങളും കൊണ്ട് മനോഹരമായി ചെയ്തിരിക്കുന്ന ഈ വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 1,40,00,000 രൂപയാണ്. 1.40 CR എന്നുള്ളതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് വഴി വാങ്ങിക്കുമ്പോൾ നല്ല രീതിയിൽ ബിൽഡറുമായി സംസാരിച്ച് നിങ്ങളെയും കൂടി ഇരുത്തി നെഗോഷിയേറ്റ് ചെയ്ത് നല്ലൊരു റേറ്റിൽ വാങ്ങിച്ചു തരാൻ തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് കൂടെ ഉണ്ടാകും. ലോൺ വ്യവസ്ഥയിൽ ഈ കാണുന്ന വീട് സ്വന്തമാക്കണമെങ്കിൽ മാർബിൾ ഹോംസ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിച്ചോളൂ. ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.